ഹായ് സ്റ്റുഡൻസ്, ഒരു ഐഡിയൽ ഗ്യാസ് ഫോളോ ചെയ്യുന്ന 6 റൂളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഒരുപാട് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൻ്റെ ആക്ച്വൽ മോളിക്യൂൾസിൻ്റെ വോളിയം ഈ ഗ്യാസ് വോളിയത്തിനേക്കാളും വളരെ കുറവാണ്. പിന്നെ ഇതിന് നല്ല റാൻഡം മോഷനിലാണ് മൂവ് ചെയ്യണത്. പിന്നെ എല്ലാ ഡയറക്ഷൻസിലേക്ക് മൂവ് ചെയ്യാം. ഇത് കൊളീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കൊളീഷൻസ് ഇലാസ്റ്റിക് ആണ്. പിന്നെ ഇത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് മോളിക്കുലർ ഫോഴ്സ് ഇല്ല. അങ്ങനെ 6 റൂള് നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു ഐഡിയൽ ഗ്യാസ് ഫോളോ ചെയ്യുന്നതാണ് ഈ 6 റൂളും. ഈ 6 റൂളും ഏത് ഗ്യാസ് പെർഫെക്റ്റ്ലി ഫോളോ ചെയ്യുന്നോ ആ ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ റിയൽ ഗ്യാസ് വിച്ച് ഫോളോസ് ഓൾ ദി 6 റൂൾസ് പെർഫെക്റ്റ്ലി. സോ ഐഡിയൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെപ്പോഴും റിയൽ കൺസെപ്റ്റ് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഐഡിയൽ കൺസെപ്റ്റ് അല്ലേ. ആരും പെർഫെക്റ്റ് അല്ല. സോ ഈ റിയൽ ഗ്യാസസ് പല പല കണ്ടീഷൻസിൽ ഈ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കുറേ ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സീ ലെവലിൽ ഉള്ള ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കില്ല നമ്മൾ ഹിൽ സ്റ്റേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ അല്ലേ. ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ കൂടുതലും ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളാണ് കൂടുതലുണ്ടാവുക. സോ അവിടെയൊക്കെ ഈ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറും പ്രഷറും അല്ല അവർക്ക് അല്ലേ. ഇപ്പോൾ നമ്മുടെ എയർ ഫ്ലൈറ്റിലൊക്കെ മുകളിലേക്ക് കുത്തനെ പോകുമ്പോഴും അല്ലെങ്കിൽ താഴേക്കുള്ള ലാൻഡിങ്ങിലൊക്കെ നമുക്ക് ചില പ്രോബ്ലംസൊക്കെ തോന്നില്ലേ. ചിലവർക്കൊക്കെ വളരെ ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും അല്ലേ. അവരുടെ നോസിനോ ഇയേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നും അല്ലേ. സോ ആക്ച്വലി ആ ഒരു പ്രഷർ ഡിഫറൻസ് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി. സോ ഇപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ താമസിക്കുന്നവർ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ടെമ്പറേച്ചർ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ കുറയും അല്ലേ, അവിടെ തണുപ്പാണ്. അതുപോലെ പ്രഷറും വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഈ പ്രഷർ കൂടുതലും സീ ലെവലിലാണ് ഉണ്ടാവുക. മുകളിലോട്ട് പോകുന്തോറും എയർ തിന്നായി വരും. അതായത് ഇപ്പോൾ താഴെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പെബിളിട്ട പോലെയാണ് നമ്മുടെ മോളിക്യൂൾസ്. പക്ഷേ ഈ വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ ഒരു ബക്കറ്റിൽ പെബിൾസ് ഇട്ട പോലെയാണ് അവിടുത്തെ മോളിക്യൂൾസ്. അപ്പോൾ എയറിൻ്റെ കമ്പോസിഷനൊന്നും മാറുന്നില്ല, പക്ഷേ എന്താ പറയുക, തിന്ന എയർ ആയിരിക്കും. സോ പ്രഷർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അവിടെ എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിൻ്റ് ഇപ്പോൾ വാട്ടറിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ആയിരിക്കില്ല. പെട്ടെന്ന് തിളയ്ക്കും. കുറച്ച് ടൈം മതി വെള്ളം തിളയ്ക്കാൻ. അപ്പോൾ എന്താ പറ്റണേ, വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം പെട്ടെന്ന് തിളയ്ക്കും, പക്ഷേ വെജിറ്റബിൾ കുക്കായിട്ടുണ്ടോ ഇല്ല. അപ്പോൾ കുറേ ടൈം വേണ്ടി വരും ഇത് കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ പല കണ്ടീഷൻസിലും ഈ ഗ്യാസിൻ്റെ ബിഹേവിയർ നമ്മുടെ റിയൽ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലൊക്കെ പ്രഷർ കുക്കറാണ് കൂടുതലും കുക്ക് ചെയ്യാൻ നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഷർ കുക്കറാകുമ്പോൾ അണ്ടർ പ്രഷറാണ് കുക്ക് ചെയ്യണത്. സോ അവിടെയും നമ്മുടെ വെയിറ്റ് ആയിരിക്കില്ല യൂസ് ചെയ്യണത്. അപ്പോൾ അവിടെ നമ്മുടെ വെയിറ്റിന് വേറൊരു സ്പെസിഫിക്കേഷൻ ആയിരിക്കും. കാരണം കൂടുതൽ ടൈം വേണമല്ലോ കുക്കാവാനായിട്ട്. സോ ആ വെയിറ്റിന് വേറൊരു സ്പെസിഫിക്കേഷൻ ആയിരിക്കും. അതുപോലെ പല സിനേറിയോസിൽ ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സിലിണ്ടേഴ്സിൽ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ സ്പേസിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ സിലിണ്ടേഴ്സിൽ നമ്മൾ ഗ്യാസ് നിറയ്ക്കേണ്ടത് അല്ലേ. ഈ ടെമ്പറേച്ചർ പ്രഷർ ഡിഫറൻസിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കാരണം എന്താ പറ്റണേ, ഈ ചില കണ്ടെയ്നേഴ്സിലൊക്കെ പ്രഷർ താങ്ങാനാവാണ്ടാകുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിക്കത്തില്ലേ. അപ്പോൾ അതുപോലെയുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സോ ഇതിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഈ ഓരോ കണ്ടീഷൻസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിനെ എങ്ങനെ മാറ്റുന്നു എന്ന് മനസ്സിലാക്കണം. അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഉണ്ടായാലേ നമുക്ക് റിയൽ ലൈഫ് പ്രോബ്ലംസിൽ ഈ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് മാറ്റം ഉണ്ടാക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കണം. കുറച്ച് ഫോർമുലേഷൻസ് ഉണ്ടാവും, അതായത് ഗ്യാസ് ലോസ്. ഈ ഗ്യാസ് ലോസ് പഠിക്കണം. അപ്പോൾ ഗ്യാസ് ലോസ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്യാസ് ബലൂൺ നമ്മൾ എയർ ഫില്ല് ചെയ്തിട്ട് നല്ലപോലെ ഇൻഫ്ലേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ കൊണ്ട് വയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ ഇത് ഡീഫോം ആയിട്ടുണ്ടാവും, ചുങ്ങിപ്പോയിട്ടുണ്ടാവും. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലായി വോളിയം കുറഞ്ഞു ഫ്രീസറിൽ വെച്ചപ്പോൾ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുങ്ങിപ്പോയത് അല്ലേ. അപ്പോൾ
വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ, കുറേ നേരം തിളപ്പിക്കുകയാണെങ്കിൽ എന്താ പറ്റണേ? വെള്ളം വറ്റിപ്പോവില്ല. അതിന് കാരണം എന്താണ്? ഈ ഹീറ്റ് ചെല്ലുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടുവാണ് ഗ്യാസിൻ്റെ. അപ്പോൾ ടെമ്പറേച്ചർ, ആ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിൻ്റെ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും എനർജി കൂടുവാണ്. ഇത് വളരെ എനർജി കൂടുമ്പോൾ ഇതിങ്ങനെ അതിൻ്റെ മൊബിലിറ്റി എന്ന് വെച്ചാൽ വളരെ കൂടുവാണ്. അപ്പോൾ അത് കാരണം ലിക്വിഡിൽ ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോഴ്സസ് ഇത് വിച്ഛേദിച്ചിട്ട് ഈ ഹൈ എനർജി കാരണം ഈ മോളിക്യൂൾസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. മോളിക്യൂൾസ് തമ്മിൽ ഈ ഫോഴ്സസ് ഇല്ലാണ്ടായിട്ട്, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ലാണ്ടായിട്ട് വളരെ അകലം വരും മോളിക്യൂൾസ് തമ്മിൽ. അങ്ങനെ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചപ്പോൾ എന്താണ്, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഈ ഗേഷ്യസ് മോളിക്യൂൾസിന് ഉണ്ടായിരുന്ന ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് നഷ്ടപ്പെടുവാണ്. അതിനുണ്ടായിരുന്ന എനർജി, നമ്മുടെ എനർജി ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലായിരിക്കും. സോ ഫ്രീസറിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആണോ? അല്ലല്ലോ, വളരെ താഴ്ന്ന ടെമ്പറേച്ചറാണ്. ആ താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇതിൻ്റെ എനർജി കുറയുവാണ്. അപ്പോൾ എനർജി കുറഞ്ഞ് സ്പീഡൊക്കെ കുറഞ്ഞ് ഈ മോളിക്യൂൾസ് ക്ലോസർ ആവാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇല്ലയെന്ന് പറയുന്ന ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഐഡിയൽ ബിഹേവിയറിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു റൂളിൽ പറയുന്നുണ്ട് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ലയെന്ന്, ലാസ്റ്റ് റൂളിൽ പറയുന്നതാണ്. പക്ഷേ ഈ കേസിൽ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മൊബിലിറ്റി നഷ്ടപ്പെട്ട് അടുത്ത് ഇതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടായി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ചില ഗ്യാസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഗേഷ്യസ് ആയിരിക്കുന്ന സാധനങ്ങൾ, പക്ഷേ ടെമ്പറേച്ചർ വളരെ കുറയുമ്പോൾ ഇത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ തന്നെ മാറിപ്പോവും, ലിക്വിഡൊക്കെ ആയി മാറും കണ്ടൻസ് ചെയ്തിട്ട്. സോ ഇത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആയിരിക്കില്ല ഗ്യാസസ് കാണിക്കുക. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റാണ്, അതായത് പ്രഷർ കൂട്ടുമ്പോൾ ഹൈ പ്രഷർ, എക്സ്റ്റേണലി നമ്മൾ ഹൈ പ്രഷർ കൊടുത്ത് ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്യുകയാണ്. ഒരു സിലിണ്ടറിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഒരു പിസ്റ്റൺ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനെ വളരെ എന്താ പറയുക, എക്സ്റ്റേണലി ഒരു വെയിറ്റ് നമ്മളിതിനെ വളരെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ മോളിക്യൂൾസിന് ഇടയിലുള്ള സ്പേസിങ് നമ്മൾ വളരെ കുറയ്ക്കും. എക്സ്റ്റേണലി നമ്മൾ ഒരു പ്രഷർ കൊടുത്ത് നമ്മളിതിൻ്റെ സ്പേസിങ് കുറയ്ക്കും. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എന്താ പറ്റണേ? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് വരും അല്ലേ? ഇത് തമ്മിൽ വളരെ ഡിസ്റ്റൻ്റായി നിൽക്കുമ്പോഴാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ല എന്നൊക്കെ പറയണേ. പക്ഷേ ഇത് വളരെ ക്ലോസറായിട്ട് വരുമ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കൂടും. സോ റൂൾ തെറ്റിയില്ലേ? അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പോൾ ഇതുപോലെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതൊക്കെ തമ്മിൽ ലിങ്ക്ഡ് ആണല്ലേ? അപ്പോൾ ഈ ലിങ്കാണ് ആക്ച്വലി ഗ്യാസ് ലോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ പാരാമീറ്റേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. അപ്പോൾ മനസ്സിലായല്ലോ, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഈ തെറ്റുന്ന സാഹചര്യങ്ങൾ മനസ്സിലായില്ലേ? എക്സ്ട്രീം കണ്ടീഷൻസ്, വളരെ ഹൈ പ്രഷറിലും വളരെ ലോ ടെമ്പറേച്ചറിലൊക്കെ ഐഡിയൽ ബിഹേവിയർ തെറ്റും. ഓക്കെ, സോ കൂടുതലും റിയൽ ഗ്യാസസ് ഐഡിയൽ ആവുന്നത് ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ കാരണം ഇതിൻ്റെ എനർജി കൂടുതലായതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ലോ പ്രഷറിലും അതുപോലെ കൂടുതലായിരിക്കും. പ്രഷർ നമ്മൾ കൂട്ടുമ്പോഴാണ്, ഹൈ പ്രഷർ എക്സ്റ്റേണലി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ സ്പേസിങ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലുമാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സൊക്കെ വരുന്നത്. സോ നമുക്കിപ്പോൾ പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, ഇത് മൂന്നും മനസ്സിലാക്കണം. ഫസ്റ്റ് വോളിയം, ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസാണ് അതിൻ്റെ വോളിയം അല്ലേ? ഇപ്പോൾ ഗ്യാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് എത്ര വലിയ കണ്ടെയ്നറിലേക്ക് പകർത്തുന്നോ അത്രയും അത് വ്യാപിക്കും. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ വോളിയമാണ് ആ ഗ്യാസിൻ്റെ വോളിയം അല്ലേ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് എ ഗ്യാസ് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ ഹാവിംഗ് എ വോളിയം ഓഫ് 1 liter is completely transferred to another 5 liter cylinder, then what will be the volume of the gas? ആൻസർ എന്താണ്? 5 liter അല്ലേ? 1 liter സിലിണ്ടറിൽ നിന്ന് 5 liter സിലിണ്ടറിലേക്ക് കംപ്ലീറ്റ്ലി ഇതിനെ പകർത്തിയപ്പോൾ ആ 5 liter സ്ഥലത്തേക്ക് ഇത് മുഴുവൻ വ്യാപിക്കുവാണ്. അപ്പോൾ അതിൻ്റെ പുതിയ വോളിയം 5 liter. Press the piston after closing the nozzle of the syringe. What will happen to the volume of the air inside the syringe? നമ്മളൊരു സിറിഞ്ച് അത് പുറകോട്ട് വലിച്ചിട്ട്, അപ്പോൾ എന്താ, എയർ കയറി അല്ലേ? ഇനി അപ്പുറത്തെ ഭാഗം വിരൽ വെച്ച് അടയ്ക്കുക. അപ്പോൾ എയറിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ പിസ്റ്റൺ അങ്ങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വരെ ഇത് പ്രസ് ആവുള്ളൂ, കാരണം ബാക്കിയുള്ള സ്ഥലത്ത് എയർ ഉണ്ടല്ലേ. സോ ഈ എയറിൻ്റെ വോളിയത്തിന് ഇവിടെ എന്താ സംഭവിച്ചത്? പുറകോട്ട് വലിച്ചപ്പോൾ അത്രയും സ്പേസിൽ ഇതിന് വ്യാപിക്കായിരുന്നു. പക്ഷേ ഇത് പ്രസ് ചെയ്തപ്പോൾ എന്താ പറ്റിയത്? ഇതിൻ്റെ വേക്കൻറ്റ് സ്പേസസ് എല്ലാം കുറഞ്ഞു. അപ്പോൾ ഇത് മോളിക്യൂൾസ് ക്ലോസറായി അല്ലേ? സോ ആസ് ദ പിസ്റ്റൺ ഈസ് പ്രസ്, ദ മോളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് വോളിയം ഡിക്രീസസ്. ആൻസർ വോളിയം ഡിക്രീസസ്.
നെക്സ്റ്റ് പാരാമീറ്ററാണ് പ്രഷർ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്? ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അതിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. സോ മോളിക്യൂൾസ് മൂവ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. വാട്ട് അസംഷൻ ക്യാൻ ബി മെയ്ഡ് റിഗാർഡിംഗ് ദ പോസിബിലിറ്റി ഓഫ് എ കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്? എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളിഷൻ ഉണ്ട്. സോ ദ മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ. ഇനി പ്രഷർ എന്ന് പറയുന്നത് ഈ വോൾസിൽ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്, അതാണ് ഈ പ്രഷർ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ ബാസ്കറ്റ് ബോളിലേക്ക് നമ്മൾ എയർ ഡബിളാക്കി അതിനകത്തേക്ക് കടത്തി വിടുവാണെങ്കിൽ ആ ബോളിൻ്റെ പ്രഷറും ഡബിളായിട്ട് കൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നല്ല അത് റിജിഡായിട്ടിരിക്കും. പക്ഷേ ഈ പ്രഷർ കൂട്ടുമ്പോൾ ഉള്ള ആക്സിഡൻറ്റ് എന്താണ്? ഒരു പരിധിയിലും കൂട്ടുമ്പോഴത്തേക്കും ഈ സംഭവങ്ങൾ പൊട്ടിത്തെറിക്കും അല്ലേ. സോ ഈ പ്രഷർ എന്നൊക്കെ പറയണത് അറ്റ് എ പോയിൻറ്റ് ഇതെല്ലാം ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. സോ അങ്ങനെയുള്ള മിസ് ഹാപ്പനിങ്സ് വരാതിരിക്കാനാണ് നമ്മുടെ ഗ്യാസ് ലോസ് നമ്മൾ പഠിക്കുന്നത്. സോ വെൻ സം പാർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ് ഫ്രം ബാസ്കറ്റ് ബോൾ, എന്താ സംഭവിക്കുക? കുറച്ച് കാറ്റ് അഴിച്ചു വിടുവാണെങ്കിൽ പ്രഷർ കുറയും. അപ്പോൾ അത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അതിൻ്റെ ആ ഒരു കറക്റ്റ് റിജിഡ് ഷേപ്പ് കുറയും അല്ലേ. സോ പ്രഷർ എന്ന് പറയണത് മാത്തമാറ്റിക്കലി പ്രഷർ എന്ന് പറയണത് ആക്ച്വലി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റിയാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, പക്ഷേ ഒരു സർഫസ് ഏരിയയിലെ മൊത്തം ഫോഴ്സ് നമുക്കറിയാം. അപ്പോൾ ഒരു സർഫസ് ഏരിയയിൽ, അതായത് ഒരു റെക്റ്റാങ്കുലർ ഒരു സർഫസ് ഏരിയയിൽ, അതായത് ഒരു ക്യൂബോയിഡ് കണ്ടെയ്നറാണ് അല്ലെങ്കിൽ ക്യൂബ് ഷേപ്പ് കണ്ടെയ്നറാണെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ ആ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്യൂബാണെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണ്, ക്യൂബോയിഡ് ആണെങ്കിൽ ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ആ ഒരു ഏരിയ, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ അറിയാം അല്ലേ. അപ്പോൾ ആ ഏരിയയിലേക്ക് മൊത്തമായിട്ട് ആക്ട് ചെയ്യണ ഫോഴ്സ് അറിയാമെങ്കിൽ ആ മൊത്തം ഫോഴ്സിനെ ആ സർഫസ് ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് കിട്ടും അല്ലേ. ആ ഒരു യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സാണ് പ്രഷർ. ഓക്കെ, സോ പ്രഷർ ഈസ് ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ ദി സർഫസ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ. എൻ്റെ യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ പ്രഷറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതായത് പാസ്കൽ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. വളരെ ഹൈ ടെമ്പറേച്ചറിൽ എന്താ പറ്റണേ? ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ എന്താ പറ്റണേ? ഹൈ ടെമ്പറേച്ചറിൽ, അതായത് ഹീറ്റ് കൂട്ടി വിടുമ്പോൾ ഇതിൻ്റെ എനർജി, മോളിക്യൂൾസിൻ്റെ എനർജി കൂടിയിട്ടാണ് ഇത് എന്താ പറയുക ഗേഷ്യസ് ഫോമിലേക്ക് എസ്കേപ്പ് ചെയ്യണത് അല്ലേ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെയൊക്കെ ഭേദിച്ചിട്ട്. സോ അപ്പോൾ ഇനി അസ്യൂം ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പാടൊന്നുമില്ലല്ലോ. വിച്ച് എനർജി ഇസ് ഗെയിൻ ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്? ഏതാണ്? പൊട്ടൻഷ്യൽ ആണോ കൈനറ്റിക് ആണോ? ആൻസർ എന്താ? കൈനറ്റിക്. ചലനത്തിന് വേണ്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ എനർജി കൂടുമ്പോൾ ഇതിന് കൂടുതൽ ഫാസ്റ്ററായിട്ട് ഇതിന് മൂവ്മെൻറ്റ് പോസിബിൾ ആവും. സോ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാറ്റിക് എനർജിയാണ്. ഓക്കെ, അതായത് അവിടെ ചലനമില്ലാത്ത ഒരു സംഭവത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട, ഇവിടെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ പഠിക്കുന്നത്. വെൻ എ ഗ്യാസ് ഇസ് ഹീറ്റഡ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. വാട്ട് ഹാപ്പൻസ് ടു ദി മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്? ഗ്യാസ് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു അല്ലേ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് എന്താണ് സംഭവിക്കുന്നത്? വെള്ളം തിളപ്പിക്കുന്ന കേസ് ഓർത്താൽ മതി. എന്താണ് പറ്റണേ? സ്പീഡ് ഓഫ് മോഷൻ കൂടും അല്ലേ, മൊബിലിറ്റി കൂടും, സ്പീഡ് ഓഫ് മോഷൻ ഇൻക്രീസസ്. നൗ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ടു ദി എനർജി ഓഫ് ദി മോളിക്യൂൾസ്? എന്താ പറ്റണേ? മോളിക്യൂൾസിൻ്റെ എനർജി കൂടുമല്ലേ സംഭവിക്കണേ. സോ ടെമ്പറേച്ചർ, വോളിയം, പ്രഷറൊക്കെ മനസ്സിലായി അല്ലേ. ഇനി വോളിയം നമ്മൾ കുറയ്ക്കുമ്പോൾ പ്രഷർ കൂടും, അല്ലെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയ്ക്കും എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവില്ലേ? നമ്മൾ എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയം കുറയും അല്ലേ. അതുപോലെ ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ എന്താ പറ്റണേ? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസിങ് കൂടും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വോളിയം കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും. സോ ഈ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ തമ്മിൽ ലിങ്ക് ഉണ്ടല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രഷർ ആൻഡ് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ഇത് തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, അതിലൂടെ നമുക്ക് ഗ്യാസ് ലോസ് ഫോർമുലേറ്റ് ചെയ്യാം. ഓക്കെ.